റിജിത്ത് വധക്കേസിൽ 19 വർഷത്തിന് ശേഷം ശിക്ഷാവിധി വന്നിരിക്കുന്നു. 9 RSS BJP പ്രവർത്തകരാണ് ഇതിൽ പ്രതികൾ. 10 പേരായിരുന്നു, അതിലൊരാൾ ഇതിനിടെ മരിച്ചു. ഇപ്പോൾ 9 പേർക്കും ജീവപര്യന്തം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നു. വിശദാംശങ്ങൾ കോടതി ഇപ്പോൾ ഈ അല്പസമയം മുൻപ് ഇപ്പോൾ CPIM നേതാവ് MV ജയരാജൻ ടെലിഫോൺ ലൈൻ. ശ്രീ MV ജയരാജൻ, ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 20 വർഷം, ഏതാണ്ട് 19 വർഷം മുൻപ് നടന്ന ഒരു സംഭവം. ഇതിലെങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? തന്നെ കോടതി റിജിത്ത് വധക്കേസിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് വ്യക്തമാക്കിയതാണ്. ഇന്നാണ് ശിക്ഷ പറഞ്ഞത്. 302 ഉൾപ്പെടെയുള്ള കൊലക്കുറ്റം ആണ് അവർ ചെയ്തത് എന്നതിനാൽ ജീവപര്യന്തം തന്നെ മുഴുവൻ പ്രതികൾക്കും കോടതി നൽകിയിരിക്കുന്നു. സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണിത്. റിജിത്ത് 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിമധ്യയാണ് RSSകാർ പതിയിരുന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊല നടത്തിയത്. ആ കുടുംബത്തിന്റെ ആകെയുള്ള ഒരത്താണിയാണ് നഷ്ടമായത്. ആ കുടുംബം വളരെയേറെ വേദനയിലായിരുന്നു. തീർച്ചയായും കൊലക്കുത്തരവാദിയായ ആളുകളുടെ പേരിൽ ശിക്ഷ വന്നു എന്നത് ആ കുടുംബവും റിജിത്തിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വേദനിക്കുന്നവർക്കും ഈ ഒരു ശിക്ഷ അർഹതപ്പെട്ട കൊലയാളികൾക്കുള്ള ശിക്ഷയായിട്ടാണ് കാണേണ്ടത്. ശ്രീ MV ജയരാജനിൽ കുടുംബത്തിന്റെ ആവശ്യം പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു. അതേ, കോടതി ഇപ്പോൾ ഒരു ശിക്ഷ പറഞ്ഞല്ലോ. അതെ, 302 ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിക്കൊണ്ടുള്ള ശിക്ഷയാണ് ഇപ്പൊ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ MV ജയരാജൻ പ്രതികരിച്ചതിന്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റിജിത്ത് വധക്കേസിൽ വന്നിരിക്കുന്നു. അല്പസമയം മുൻപാണ് ആ വിധി എത്തിയത്. 9 പ്രതികൾ ആണ് ഉള്ളത്. 9 പേർക്കും ജീവപര്യന്തം എന്നുള്ളതാണ്. എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം, പ്രത്യേകിച്ച് അമ്മയുടെ ആവശ്യം, പരമാവധി ശിക്ഷ, തൂക്കുകയർ ലഭിക്കണം എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, ഈ വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കുണ്ടോ ശിക്ഷാവിധിയുടെ? അനുജ, ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. എന്തായാലും 9 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ എന്ന് തന്നെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിട്ടുള്ളത്. നമുക്ക് പ്രതികളുടെ പേര് വായിച്ചാൽ VV സുധാകരൻ, KT ജയേഷ്, VV ശ്രീകാന്ത്, PP അജീന്ദ്രൻ, V അനിൽകുമാർ, PP രാജേഷ്, CP രഞ്ജിത്ത്, ശ്രീജിത്ത്, TB ഭാസ്കരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് നിലവിൽ ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും കുടുംബം ആവശ്യപ്പെട്ടത് കൊലക്കാർ എന്ന ഒരു ശിക്ഷാവിധിയാണ്. പക്ഷേ അതുണ്ടായില്ല. ജീവപര്യന്തം ശിക്ഷയാണ് നിലവിൽ. റിജിത്ത് വധക്കേസിൽ 9 പ്രതികൾക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. 9 പ്രതികൾ, 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഇതിനിടെ മരിച്ചിരുന്നു.